എല്ലാവർക്കും നമസ്കാരം. ഓരോ ദിവസവും ജീവിതത്തിൻ്റെ മെച്ചപ്പെടലിനുള്ള അവസരമാണ്. മെച്ചപ്പെടാൻ എന്തു ചെയ്യണം? ഓരോ ദിവസവും നമ്മൾ നിർവഹിക്കുന്ന ചെറുതും വലുതുമായ ക്രിയാത്മക പ്രവൃത്തികൾ നമ്മുടെ പുരോഗതിയെ നിർണയിക്കുന്നതാണ്. അത് മടുത്തു പോകാതെ ചെയ്യുകയും വേണം. അതായത് ക്രിയാത്മക പ്രവൃത്തികളിൽ നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, എന്തെങ്കിലും ചെയ്യുക എന്നതിനേക്കാൾ മീനിങ്ഫുള്ളായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി വേണം കാര്യങ്ങൾ നിർവഹിക്കാൻ. പലപ്പോഴും ലക്ഷ്യമില്ലാത്ത ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. അത് അപകടകരമാണ്. അതൊരിക്കലും നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കില്ല. മറ്റൊന്ന്, മാറ്റത്തിനുള്ളൊരു മനസ്സ് നമ്മളിൽ ഉണ്ടാകണം. കാലം പല മാറ്റങ്ങളും സാഹചര്യം പല മാറ്റങ്ങളും നമ്മിൽ നിന്ന് ആവശ്യപ്പെടും. അത് ക്രിയാത്മകമാണെങ്കിൽ അതിനനുസരിച്ച് നമ്മെ ക്രമീകരിക്കാനുള്ളൊരു മനസ്സാണ് പുരോഗതിയിലേക്ക് എത്തുവാൻ നമ്മൾ ചിന്തിക്കേണ്ടത്. വളർച്ചയിലേക്കുള്ള പാത അത്ര സുഗമമൊന്നും ആയിരിക്കത്തില്ല. ധാരാളം ക്രൈസിസും തടസ്സങ്ങളും ഒക്കെ വരും. അതിനെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു മനോഭാവം നമ്മിലുണ്ടാകണം. നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഒരു തടസ്സവും ഈ ലോകത്തിലില്ലെന്നേ. മാർക്ക് ട്വെയിൻ്റെ വാക്കുകൾ, ദ സീക്രട്ട് ഓഫ് മേക്കിംഗ് പ്രോഗ്രസ് ഈസ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ മാറാമെന്ന് പറഞ്ഞ് നാളെ എന്ന് പറഞ്ഞ് നീളയാകുന്നതിനേക്കാൾ ഈ നിമിഷമുണ്ടല്ലോ, ഈ നിമിഷം നമ്മളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാറ്റത്തിലേക്ക്. അതൊന്ന് സ്വീകരിച്ച് അതിനുവേണ്ടി ഒരുങ്ങി അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിന് മികവുണ്ടാകും. ഒരു ചിന്തകൻ കുറിക്കുന്നു, കംഫർട്ട് ഈസ് ദ എനിമി ഓഫ് പ്രോഗ്രസ്. നമ്മൾ സുരക്ഷിതമായ ചില തുറമുഖങ്ങളിലൊക്കെ നമ്മുടെ ജീവിതമാകുന്ന നൗകയെ കെട്ടിയിട്ടിരിക്കുക. അതവിടെ അങ്ങനെ കിടക്കും. തീരത്ത് കെട്ടിയിടാനുള്ളതല്ല നൗക. അത് നദിയുടെ പുതിയ പുതിയ തലങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ളതാണ്. പോകുന്ന വഴിക്ക് കാറ്റുണ്ടാകാം, ഒപ്പം തന്നെ ഓളങ്ങളും ഉണ്ടാകാം, തിരകളുണ്ടാകാം. ഒരു നല്ല മനസ്സോടെ അതിനെ നേരിടാനുള്ള തൻ്റെ ഇടമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ സുരക്ഷിതമെന്ന് കരുതി ആലസ്യത്തിൽ കഴിയുന്ന ചില സുരക്ഷിത സോണുകളെ അതിലംഘിച്ച് മതിയാകും. മനസ്സിൻ്റെ കണ്ണൊന്ന് തുറന്നു നോക്കിക്കേ. ഈ പ്രപഞ്ചം മുഴുവൻ നമ്മെ മികവിലേക്ക് വിളിക്കുകയാണ്. യെസ്, ഐ ക്യാൻ ഒരു ഉത്തരം പറയാൻ നമുക്ക് കഴിയട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-9 നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് നാം കൊയ്യും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവെങ്കിലേക്ക് ഉയർത്താം. കർത്താവേ, ഈ ജീവിതത്തിനായി നന്ദി, സ്തോത്രം. അവിടുത്തെ തിരുകൃപയാൽ ഞങ്ങളെ പൊതിയുന്നല്ലോ. ഓരോ നിമിഷവും മടുത്തു പോകാതെ നന്മ ചെയ്ത് മികവിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ജീർണിച്ചു പോകേണ്ടതിനല്ല ഈ ലോകത്തേക്ക് ഞങ്ങളെ വിട്ടത്. ഉത്തരവാദിത്തങ്ങൾ തമ്പുരാൻ ഞങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. വിളിച്ച വിളിക്ക് അനുയോജ്യമായ പ്രകാരം ഈ ലോകത്ത് പ്രവർത്തിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളിലുള്ള ആലസ്യത്തെ ദൂരേക്ക് വലിച്ചെറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ശക്തിപ്പെടുത്തണമേ. കുറവുകളെ പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.